ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ നിൽക്കുന്നത് അമ്മയുടെ സ്റ്റുഡിയോയിലാണ്. സോ ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ റീസൺ ഈസ് ലൈക്ക് ഞാൻ ഇന്ന് ഹെയർ ബൊട്ടോക്സ് ചെയ്യാൻ പോവാണ്. സോ ഇതെൻ്റെ സെക്കൻഡ് ടൈമാണ് കേട്ടോ ഹെയർ ബൊട്ടോക്സ് ചെയ്യുന്നത്. ഞാനൊരു 3 years ബാക്കാണ്, ഓൾമോസ്റ്റ് 2.5 years ബാക്കാണ് ബൊട്ടോക്സ് ചെയ്തത്. ആക്ച്വലി ബൊട്ടോക്സ് എനിക്ക് ഭയങ്കര വർക്കിംഗ് ആയിട്ട് തോന്നി. എൻ്റെ ഹെയർ ഫോൾ റെഡ്യൂസ് ചെയ്തു, ഡാമേജ് ഹെയർ ഒക്കെ കുറഞ്ഞു, മുടി കുറച്ചും കൂടെ സ്ട്രോങ് ആൻഡ് ഹെൽത്തി ആയതുള്ളൊരു ഫീൽ എനിക്ക് വന്നു. പിന്നെ എൻ്റെ ഹെയർ പിന്നെയും ഡാമേജ്, പിന്നെ ഞാൻ വീണ്ടും ഒരു 1.5 years ആ ബൊട്ടോക്സ് ചെയ്തതിൻ്റെ അത് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ വീണ്ടും കളർ ചെയ്യുക അങ്ങനത്തെ പരിപാടികൾ പിന്നെയും തുടങ്ങി. അപ്പോൾ ഇപ്പം എനിക്ക് നല്ല രീതിയിൽ ഹെയർ ഫോൾ ഉണ്ട് കേട്ടോ, നല്ല ഹെയർ ഫോൾ ഉണ്ട്. ആ ഒരു ലൈക്ക് എൻ്റെ മുടി കുറച്ച് അത്യാവശ്യം കട്ടിയുള്ളതായിരുന്നു, അതൊരു കട്ടിയൊക്കെ കുറഞ്ഞു വരുന്ന പോലത്തെ ഒരു ഫീലിംഗ് എനിക്ക് വന്നു തുടങ്ങി. സോ അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ബൊട്ടോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇച്ചിരി ഒന്ന് വൃത്തിക്ക് കിടക്കുമല്ലോ. അപ്പം ഇന്ന് എൻ്റെ ഒരു ബൊട്ടോക്സ് വീഡിയോ ആയിരിക്കും. ഓക്കെ, വീഡിയോ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ അന്ന് ബൊട്ടോക്സ് ചെയ്ത സമയത്ത് അത് കഴിഞ്ഞിട്ട് ആ വീഡിയോസൊക്കെ കണ്ടവരെ എൻ്റെ അടുത്ത് ചോദിച്ചു ആഫ്റ്റർ കെയർ എങ്ങനെയാണ്. ആക്ച്വലി ബൊട്ടോക്സിന് അങ്ങനെ പ്രത്യേകിച്ച് നമ്മളിപ്പം സ്മൂത്തനിങ് സ്ട്രെയിറ്റനിങ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആഫ്റ്റർ കെയർ പ്രോട്ടീൻ ചെയ്യണം, സ്പാ ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ആക്ച്വലി ബൊട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ഇസ് ലൈക്ക് ഒരു പ്രോട്ടീൻ, നമ്മൾ ഹെയറിന് ഒരു പ്രോട്ടീൻ കൊടുക്കുന്നത് മാതിരി. പിന്നെ നമ്മൾ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റും സ്പായും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു നല്ലൊരു ഷാംപൂ, കണ്ടീഷണർ, സിറം യൂസ് ചെയ്യുക, അത് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതല്ലാതെ പിന്നെയും അതിൻ്റെ പുറത്ത് വേറൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അതൊരു ട്രീറ്റ്മെൻ്റ് ആണ്, ഹെയറിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ്, അല്ലാതെ ഒരു നമ്മൾ കെമിക്കലി സ്ട്രെയിറ്റ് ചെയ്യുന്നത് അങ്ങനത്തെ സംഭവമൊന്നുമില്ല. ഇപ്പം നിങ്ങളുടെ ഹെയർ കേളി ആണെങ്കിൽ അത് ഭയങ്കരമായിട്ട് സ്ട്രെയിറ്റൻ ചെയ്യും, അങ്ങനെയുള്ളൊരു ഗ്യാരണ്ടി ഒന്നും പറയുന്നില്ല. ഹെയർ ഡാമേജ് അല്ലാതെ ഹെയറിലോട്ട് സ്കാലപ്പിൽ ഹെയറിൽ ഡയറക്റ്റ് പ്രോട്ടീൻ ചെയ്ത് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മാത്രമാണ് ബൊട്ടോക്സ്. അല്ലാതെ ഒരു സ്ട്രെയിറ്റനിങ് സ്മൂത്തനിങ് എഫക്റ്റ് കിട്ടുമെന്നാലും വിചാരിക്കരുത്. പിന്നെ എൻ്റെ ഹെയർ ടെക്സ്ചർ ഈസ് ലൈക്ക് കുറച്ച് സ്ട്രെയിറ്റ് ആണ്. എൻ്റെ ഒരു സ്ട്രെയിറ്റ്, ഒരു ചെറിയൊരു ഭയങ്കര വേവില്ല, ഒരു സെമി വേവി സ്ട്രെയിറ്റ് അങ്ങനത്തെ ഒരു ഹെയർ ആണ് എൻ്റെത്. അപ്പം എൻ്റെ ഹെയറിൽ ബൊട്ടോക്സ് ചെയ്യുമ്പോൾ അതൊന്നും കൂടെ സ്ട്രെയിറ്റ് ആയതുപോലെ ഫീൽ ചെയ്യുന്നതാണ്. ഒരു ഭയങ്കര കേളി ഹെയറിൽ ചെയ്യുന്ന ആൾക്കാർക്ക് അത്രയും സ്ട്രെയിറ്റൺ ആയി ആ ഒരു എഫക്റ്റ് കിട്ടുന്നില്ല. ഇതൊരു ട്രീറ്റ്മെൻ്റ് ആണ്, നമ്മുടെ ഹെയറിൽ ഡയറക്റ്റായിട്ട് പ്രോട്ടീൻ ഫിക്സ് ചെയ്യുന്നത് പോലത്തെ ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ബൊട്ടോക്സ്. സോ അതാണ്. ആൻഡ് ആഫ്റ്റർ കെയർ ഇസ് ലൈക്ക് നല്ലൊരു ബ്രാൻഡിൻ്റെ ഷാംപൂ, കണ്ടീഷണർ ആൻഡ് സിറം യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ആഫ്റ്റർ കെയർ. അല്ലാതെ ഇങ്ങനെ മന്ത്ലി സ്പായോ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റോ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ഗായ്സ്, അപ്പോൾ എൻ്റെ ബൊട്ടോക്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ശ്രീല മാഡം വന്നു, ഞാൻ ബാക്കി അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. ഞാൻ ഇത് കുറച്ച് റിലാക്സ് ചെയ്യാം. നല്ല ലെങ്ത് ഉണ്ടല്ലേ, നല്ല എമൗണ്ടിനാണ് ഫ്രീ ആന്ന് പറഞ്ഞോണ്ട് മാത്രമേ. പക്ഷെ അന്നത്തെ ലെങ്ത് ഉണ്ട്, അന്ന് ഹെയർ കട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എൻ്റെ ഹെയറിൽ എന്തെങ്കിലും മറ്റേ ആവി കയറ്റം വെച്ചിരിക്കുന്ന ഒരു ഫീൽ കേട്ടോ. സോ എൻ്റെ ലൈക്ക് എന്താ പറയുക, ബൊട്ടോക്സിൻ്റെ ക്രീം ആപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇതിനി ഒരു 45 to 60 minutes ഇതിങ്ങനെ വെച്ചിരിക്കണം. 60 minute എനിക്കറ പണിയൊന്നുമില്ല, വെച്ചിരിക്കണം. സോ വെച്ച് കഴിഞ്ഞ് ഇനി എന്തായിരിക്കും, മേ ബി വാഷ് ആയിരിക്കും. അന്നത്തെ പ്രൊസീജിയേഴ്സൊക്കെ ഞാൻ മറന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു 60 minutes കഴിഞ്ഞിട്ട് ഇനി കാണാം. എനിക്ക് വിശക്കണം. എൻ്റെ ബൊട്ടോക്സ് കഴിഞ്ഞു. ബൊട്ടോക്സ് കഴിഞ്ഞു രണ്ടുപേരെ ഫ്രീ ആയിട്ട് കിട്ടി. ബാലു ചാച്ചി വന്നു. ചാച്ചി എന്താ ചേച്ചി? ചാട്ടനുണ്ട്. മുടി എന്തൊക്കെയോ കാട്ടി വന്നു. ഞാൻ മുടിയിൽ എന്തൊക്കെയോ ചെയ്ത് വയ്യ, തളർന്നിരുന്ന്. സോ എൻ്റെ ബൊട്ടോക്സ് കഴിഞ്ഞു. ഞാൻ ആ സ്റ്റുഡിയോയിലെത്തി.
ഇതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ വീഡിയോ ഞാൻ ലാസ്റ്റ് ഇട്ടേക്കാം. സോ ബൈ ബൈ. You can help me, I gotta let go. You say you